ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ സന്തതിയെ വിളിച്ചു എന്ന തിരുലിഖിതം ഈശോമിശിഹായിൽ പൂർത്തീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കർത്താവിൻ്റെ ജനനവും ഈജിപ്തിലേക്കുള്ള പലായനവും ഈജിപ്തിൽ നിന്നുള്ള തിരിച്ചുവരവും ഒക്കെ സൂചിപ്പിക്കുന്നത് വെച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, മോശ ഇസ്രായേൽ ജനതയെ എപ്രകാരമാണോ ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് കൊണ്ടുവന്നത്, അതുപോലെ അന്ധകാരത്തിൽ കിടന്ന ജനത്തിന് മഹത്തായ പ്രകാശം നൽകാൻ വേണ്ടി ഈശോ കടന്നു വരുന്നു. നമ്മുടെ കർത്താവ് മിശിഹായുടെ ആഗമനം എന്ന് പറയുന്നത് ലോകത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ വിശുദ്ധീകരണം നടക്കുന്നത് കാൽവരിയുടെ ബലിയർപ്പണത്തിലൂടെയാണ്. ആ വിശുദ്ധീകരണത്തിൻ്റെ ഓർമ്മകളാണ്, പഴയ നിയമത്തിൻ്റെ ഓർമ്മകളാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ പുസ്തകത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മളെയൊക്കെ വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ കരം നമ്മുടെ കൂടെയുണ്ട്. ഒരിക്കലും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള കർത്താവിൻ്റെ അതിശക്തമായ കരത്തിൽ പിടിച്ചുകൊണ്ട് നമുക്ക് യാത്ര ആരംഭിക്കാം. സ്നേഹമുള്ളവരെ, പുറപ്പാട് പുസ്തകത്തിൻ്റെ അധ്യായങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പുറപ്പാട് പുസ്തകം ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 46-ാമത്തെ അധ്യായത്തിലൂ കൂടിയാണ്, 46:8. കാരണം അവിടെ പറയുന്നത് ഇപ്രകാരമാണ്. ഹെബ്രായ ഭാഷയിൽ എല്ലെ ഷെമോത്ത് ബനെ ഇസ്രായേൽ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു വാക്കാണ് 46:8 നമ്മൾ കാണുന്നത്. ഇതേ വാക്യം തന്നെയാണ് പുറപ്പാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിലും നമ്മൾ കാണുക. എല്ലെ ഷെമോത്ത് ബനെ ഇസ്രായേൽ. ഈ രണ്ട് വാക്യങ്ങളും ഒരുപോലെയാണ് കിടക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈജിപ്തിലേക്ക് പോയ ഇസ്രായേലിൻ്റെ, യാക്കോബിൻ്റെ മക്കളുടെ പേരുകൾ ഇവയാണ്. 46-ാം അധ്യായം 8-ാമത്തെ വാക്കിലും പുറപ്പാടിൻ്റെ പുസ്തകം 1:1 കാണുന്ന അതേ രീതികൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതേ കൺസ്ട്രക്ഷൻ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, പുറപ്പാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായം 8-ാം വാക്യത്തെ വീണ്ടും എടുത്ത് അവതരിപ്പിച്ച് അവിടെ നടന്ന എല്ലാ സംഭവങ്ങളുടെയും ഒരു സാരസംഗ്രഹം ആ വചനഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണിത്. ഒന്നുകൂടി പറയാം. ഉൽപ്പത്തി പുസ്തകം 46-ാം 8-ാം വാക്യത്തിൽ ഇസ്രായേൽ ജനത, യാക്കോബിൻ്റെ മക്കൾ, ഈജിപ്തിലേക്ക് പുറപ്പെട്ട യാക്കോബിൻ്റെ മക്കളെക്കുറിച്ചുള്ള പേര് വിവരങ്ങളുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിലും ഈജിപ്തിലേക്ക് പുറപ്പെട്ട യാക്കോബിൻ്റെ മക്കളെക്കുറിച്ചുള്ള പേര് വിവരങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകം 46:8 ശേഷം ഇസ്രായേൽ ഈജിപ്തിൽ എങ്ങനെ വസിച്ചിരുന്നു എന്നതിനെക്കുറിച്ചുള്ള എല്ലാ സൂചനകളുമുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആ സൂചനകളെല്ലാം വെച്ചുകൊണ്ട്, ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് ആ വചനഭാഗം ആരംഭിക്കുന്നത്. ഈജിപ്തിലേക്ക് പുറപ്പെട്ട ഇസ്രായേലിൻ്റെ മക്കൾ ഇവരാണ് എന്ന് പേര് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം ആരംഭിക്കുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം മുഴുവനും ആരംഭത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത് ഈജിപ്താണ്. ഈജിപ്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, കാനാൻ ദേശത്തേക്കുള്ള അവരുടെ മടക്ക യാത്ര. ഇതാണ് പുറപ്പാടിൻ്റെ പുസ്തകം. അതുകൊണ്ടാണ് ഇതിനെ ഗ്രീക്ക് ഭാഷയിൽ എക്സോഡസ് എന്ന പേര് കൊടുത്തിരിക്കുന്നത്. എക്സ് ഹോദോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രം ഔട്ട് ഓഫ് ദ വേ. അതിനൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. ടു ദ ഡെസ്റ്റിനേഷൻ ടു കാനാൻ. അതാണ് പ്രധാനമായിട്ടും നമ്മൾ എക്സോഡസ് എന്ന വാക്കിലൂടെ അർത്ഥമാക്കുക. എന്നാൽ ഹീബ്രു വിശുദ്ധ ഗ്രന്ഥത്തിൽ, മൂലഗ്രന്ഥത്തിൽ കൊടുത്തിരിക്കുന്നത് എക്സോഡസ് എന്നല്ല, മറിച്ച് ഈ പുസ്തകത്തിൻ്റെ ആരംഭത്തിലെ 1-ാം അധ്യായം 1-ാം വാക്യത്തിലെ വചനം തന്നെയാണ് എടുത്തു കൊടുത്തിരിക്കുന്നത്. പേരാണ് ഷെമോത്ത്. ആ വാക്കിൻ്റെ അർത്ഥം പേരുകൾ എന്നാണ്. ഷെമോത്ത്. ഈജിപ്തിലേക്ക് പോയ ഇസ്രായേലിൻ്റെ മക്കളുടെ പേര് വിവരങ്ങൾ ഇവയാണ്. ഇതാണ് ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ. എക്സോഡസ് എന്ന് ഗ്രീക്ക് ഭാഷയിൽ പറയുമ്പോൾ ഹെബ്രായ ഭാഷയിൽ ഷെമോത്ത് അല്ലെങ്കിൽ പേരുകൾ എന്നാണ് സൂചിപ്പിക്കുക. ഒന്നാമത്തെ കാര്യം. 2, ഇസ്രായേൽ ജനം ഈജിപ്തിലേക്ക് പോയതിൻ്റെ ആ പേരുകളാണ് പുറപ്പാടിൻ്റെ 1-ലും
ഉൽപ്പത്തി പുസ്തകം 46:8 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം അത് 46-ാം അധ്യായം 8-ാം വാക്യത്തിൻ്റെ മറ്റൊരു പതിപ്പായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. വേറൊരു ഭാഷയെ പറഞ്ഞാൽ ഈ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ 46:8 മുതൽ 50 വരെയുള്ള ഇസ്രായേലിൻ്റെ ചരിത്രം മുഴുവനും അത് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് മുഴുവനും മനസ്സിൽ സൂക്ഷിച്ചിട്ട് വേണം പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കാൻ. ഇനി ഈ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്നത് ഇസ്രായേൽ എവിടെയാണ്? ഈജിപ്തിലാണ്. ഈജിപ്ത് എന്ന് പറയുന്നത് സിവിലൈസേഷൻ, വലിയൊരു സിവിലൈസേഷനാണ്. ഇറ്റ് ഈസ് എ ക്രേഡിൽ ഓഫ് ദ സിവിലൈസേഷൻ എന്നാണ് പറയാറുള്ളത്. അതായത് എല്ലാ സംസ്കാരങ്ങളുടെയും ഒരു പിള്ളത്തൊട്ടിലാണ് യഥാർത്ഥത്തിൽ ഈ ഈജിപ്ത് എന്ന് പറയുക. ഏകദേശം 3100 BC മുതലാണ്, BC അതായത് ഇന്നേക്ക് ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു സിവിലൈസേഷൻ്റെ കുറിച്ചുള്ള ഭാഗമാണ് നമ്മൾ യഥാർത്ഥത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുക. ഈജിപ്തിനെ കുറിച്ച് 3100 BC അന്നുണ്ടായിരുന്ന ആദ്യത്തെ രാജാവ് നാർമർ എന്ന് പറയുന്ന രാജാവാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് മേനസ് എന്ന്. സാധാരണ മേനസ് എന്നാണ് ഈജിപ്ഷ്യൻ ഹിസ്റ്ററിയിലൊക്കെ അറിയപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ആദ്യത്തെ രാജാക്കന്മാരുടെ പ്രത്യേകത, ആ രാജാക്കന്മാർ ഈജിപ്തിലെ എല്ലാ രാജ്യങ്ങളെയും ഒന്നിപ്പിക്കുന്ന രാജാക്കന്മാരായിരുന്നു. ലോവർ ഈജിപ്റ്റ് എന്നും അപ്പർ ഈജിപ്റ്റ് എന്നും ഒക്കെ ഡിവിഷൻ ഉണ്ടായെങ്കിൽ പോലും ആദ്യത്തെ രാജാക്കന്മാർ, ആരംഭത്തിലുള്ള രാജാക്കന്മാർ, പ്രത്യേകിച്ച് മേനസ് പോലുള്ള രാജാക്കന്മാർ ഈ അപ്പർ ഈജിപ്റ്റിനെ ലോവർ ഈജിപ്റ്റിനെ ഒന്നിച്ച് നിർത്തി രാജ്യത്വം സ്ഥാപിച്ചിരുന്നു. അവരെയാണ് ദ ബെസ്റ്റ് രാജാക്കന്മാരെന്ന് വിശേഷിപ്പിക്കുന്നത്. അവരുടെയൊക്കെ ഈ തൊപ്പി, അവരുടെ കിരീടമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലോവർ ഈജിപ്റ്റിൻ്റെയും അപ്പർ ഈജിപ്റ്റിൻ്റെയും ചിത്രങ്ങൾ വെച്ചുകൊണ്ട് അത് രണ്ട് ഭാഗവും ചിത്രങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരെണ്ണം ഒരു ലോട്ടസ് ആയിരിക്കും, വേറൊരു ഭാഗം പാപ്പിരസിൻ്റെ ഒരു ചിത്രമായിരിക്കും വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു രാജ്യത്വത്തെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. മേനസ് എന്ന് പറയുന്ന രാജാവ് അക്കാലഘട്ടത്തിൽ ഈജിപ്തിലെ ഒരു തലസ്ഥാനം സ്ഥാപിച്ചു. ആദ്യത്തെ തലസ്ഥാനമാണ് മെംഫിസ് എന്ന് പറയുന്ന തലസ്ഥാനം. അതിന് തൊട്ടടുത്താണ് തേബസ് എന്ന് പറയുന്ന പ്രദേശം കിടക്കുക. അദ്ദേഹമാണ് ആദ്യത്തെ രാജവംശമെങ്കിൽ രാജവംശം ഓൾഡ് കിങ്ഡം എന്ന് പറയുന്ന രാജവംശം 2686 BC മുതൽ 2181 BC വരെയുള്ള കാലഘട്ടത്തിലാണ് രൂപീകൃതമായത്, ഓൾഡ് കിങ്ഡം. ഈ സമയത്താണ് പിരമിഡുകൾ കടന്നു വരിക. ഈജിപ്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണല്ലോ പിരമിഡുകൾ എന്ന് പറയുക. അതായത് 2686 മുതൽ 2181 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് കടന്നു വരിക. ആദ്യത്തെ പിരമിഡ് ഉണ്ടാക്കുന്നത് സ്നെഫ്രു എന്ന് പറയുന്ന രാജാവാണ്. ഹോഫു, സ്നെഫ്രു തുടങ്ങിയ രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ്. അപ്പം രാജാക്കന്മാർ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു പിരമിഡുകളാണ് ഇപ്പോഴും കാണുന്നത്. കൈറോയ്ക്കടുത്ത് ഗീസ എന്ന് പറയുന്ന ദേശത്താണ് 3 പ്രധാനപ്പെട്ട പിരമിഡുകൾ കാണുന്നത്. 145 മീറ്ററോളം ഉയരത്തിലുള്ളത്, 143 മീറ്ററോളം ഉയരത്തിലുള്ളത്, 134 മീറ്ററോളം ഉയരത്തിലുള്ളത്. അങ്ങനെ 3 പ്രധാനപ്പെട്ട ലെവലുകളിലുള്ള പിരമിഡുകൾ സ്ഥാപിക്കുന്നതിലൂടെ അന്നത്തെ രാജാക്കന്മാർക്കും രാജാവിൻ്റെ മക്കൾക്കുമൊക്കെ അന്ത്യവിശ്രമം കൊള്ളാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും പിരമിഡുകൾ ഉണ്ടാക്കുക. അതുകൊണ്ട് പല ആളുകളും പറയുന്നത് ഇസ്രായേൽ ഈജിപ്തിൽ വരുമ്പോൾ അവർ ചെയ്തുകൊണ്ടിരുന്ന അടിമവേല എന്ന് പറയുന്ന പിരമിഡുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല. കാരണം പിരമിഡുകൾ ഉണ്ടാക്കുന്നത് 2686 മുതൽ 2181 കാലഘട്ടത്തിലാണ്. ഏകദേശം 2000 BC ബാബിലോണിൽ നിന്ന് പോലും നമ്മുടെ മെസപ്പൊട്ടോമിയയിൽ നിന്ന് പോലും അബ്രാഹാം കടന്നു വരിക. അപ്പോൾ അതിനുശേഷം എത്ര വർഷങ്ങൾക്ക് ശേഷം ഏകദേശം 1400 BC കാലഘട്ടത്തിലായിരിക്കാം ഇസ്രായേൽക്കാർ ഈജിപ്തിലേക്ക് നാട് കടത്തപ്പെടുന്നത് അല്ലെങ്കിൽ പ്രവാസികളായിട്ട് വരുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഇവരല്ല യഥാർത്ഥത്തിൽ ഈ പിരമിഡുകൾ സ്ഥാപിച്ചത്. അപ്പോൾ അങ്ങനെ അതിലുള്ള ചരിത്രം പോകുന്നു. ഇവരെ ഡൈനാസ്റ്റികളായിട്ടാണ് തിരിക്കുക. പിന്നെ വരുന്നത് മിഡിൽ കിങ്ഡമാണ്. മിഡിൽ കിങ്ഡം എന്ന് പറയുന്നത് 2055 മുതൽ 1650 BC വരെയുള്ള കാലഘട്ടത്തിലാണ്. അപ്പം ആ കാലഘട്ടത്തിൽ
ഒരു യൂണിഫൈഡ് ആക്ഷനൊക്കെ ഉണ്ടാകുന്നു. പിന്നെ വരുന്ന സമയങ്ങളെന്ന് പറയുന്നത് ഒരു 1650 മുതൽ 1550 വരെയുള്ള കാലഘട്ടത്തിലാണ് ഹിക്സോസ് ഡൈനാസ്റ്റികളൊക്കെ കടന്നു വരുന്നത്. ഹിക്സോസ് ഡൈനാസ്റ്റിയെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കാരണം അത് സിറിയ പാലസ്തീന ഏരിയയുമായിട്ട് ഒത്തിരി ബന്ധമുള്ള ഒരു ഡൈനാസ്റ്റിയാണ്. അതുകൊണ്ട് ഈ സിറിയ പാലസ്തീന ആ ബന്ധം, ഈജിപ്തുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ഹിക്സോസിൻ്റെ ഭരണകാലഘട്ടത്തിൽ മെഡിറ്ററേനിയൻ കടലിൻ്റെ സൈഡിൽ കൂടി ഒരു വ്യാപാര മേഖല തുറന്നു. അവിടെ ടാക്സ് കളക്ഷൻസൊക്കെ ഉള്ള കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാക്കി. ആ കാലഘട്ടത്തിലാണ് അബ്രഹാമിൻ്റെ കടന്നുവരവിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ ന്യൂ കിങ്ഡം കടന്നു വരുന്നത് 1550 BC മുതൽ 1070 BC ഉള്ള കാലഘട്ടത്തിലാണ്. ഈ സമയത്താണ്, പിന്നെ അതിന് തൊട്ടുമുമ്പുള്ള കാലഘട്ടത്തിലൊക്കെ ആയിരിക്കാം ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് കടന്നു പോരുന്നത് റാംസസ് സെക്കൻഡിൻ്റെ കാലഘട്ടത്തിൽ. പിന്നീട് കടന്നു വരുന്നത് ലേറ്റ് പീരീഡാണ്. 664 BC ഉള്ള കാലഘട്ടത്തിൽ അസീറിയക്കാർ ഈ ഈജിപ്തിനെ ആക്രമിക്കുകയുണ്ടായി. അതിനുശേഷം ഗ്രീക്ക് സംസ്കാരം കടന്നു വരുന്നു. 333 BC മുതൽ ഗ്രീക്ക് സംസ്കാരം കടന്നു വരുന്നു. പിന്നെ റോമൻ സംസ്കാരം കടന്നു വരുന്നു. ഇങ്ങനെയാണ് ഈജിപ്തിൻ്റെ സംസ്കാരങ്ങൾ അല്ലെങ്കിൽ ഹിസ്റ്ററി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ എക്സോഡസിൻ്റെ പുസ്തകം, പുറപ്പാടിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ ഈജിപ്തിൻ്റെ സംസ്കാരവും ഈജിപ്തിൻ്റെ പ്രത്യേകതകളും ഒക്കെ മനസ്സിലാക്കുന്നതും നല്ലതായിരിക്കും. ഇനി പുറപ്പാട് പുസ്തകത്തിൻ്റെ ഘടനയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വളരെ മനോഹരമായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുക. നമുക്കറിയാം, ഈ പുസ്തകത്തിൻ്റെ ദൈവശാസ്ത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ദൈവം ഇസ്രായേൽക്കാരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച് കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോയത് എന്നതിൻ്റെ സൂചനയാണ്, അല്ലെങ്കിൽ എന്നതിൻ്റെ വിശ്വാസത്തിൻ്റെ അനുഭവമാണ് ഈ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ കാണുക. അതുകൊണ്ട് തന്നെ പുറപ്പാടിൻ്റെ പുസ്തകം എന്ന് പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത് ഈ പുറപ്പാടിൻ്റെ പുസ്തകം മാത്രമല്ല, അതിനോട് ചേർന്ന് വരുന്ന പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം, ജോഷുവയുടെ പുസ്തകം, ഇത്രയും പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുസ്തകമാണ് പുറപ്പാടിൻ്റെ പുസ്തകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു യാത്ര ആരംഭിക്കുന്നു, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ആരംഭിക്കുന്നു, വാഗ്ദാന ദേശത്തേക്ക് അവർ പ്രവേശിക്കുന്നു. ഇത്രയും സംഭവങ്ങൾ. ഇതിനിടയ്ക്ക് 40 വർഷത്തെ നീണ്ട യാത്ര. ആ 40 വർഷം സൂചിപ്പിക്കുന്നത് ഒരു പ്രത്യേക കാലയളവ് എന്ന രീതിയിലേക്ക് ഉപരിയായി അതിനൊരു ദൈവശാസ്ത്രമുണ്ട്. 40 വർഷമാണ് ഒരു പാപത്തിൻ്റെ ഫലമായിട്ട്, പാപത്തിൻ്റെ റിപ്പറേഷൻ അല്ലെങ്കിൽ പിന്നെ പാപത്തിന് പ്രായശ്ചിത്തം കൊടുക്കേണ്ട വർഷവും 40 വർഷമാണ്. ഒരു പാപം ചെയ്തിട്ട് ആ പാപത്തിന് 40 വർഷത്തോളം പ്രായശ്ചിത്തം കൊടുക്കണം. അതുകൊണ്ടാണ് 40 വർഷം അല്ലെങ്കിൽ 40 ദിവസമൊക്കെ പറയുന്നത്. ഈ അഹ്റോൻ ചെയ്ത പാപത്തിന് കാളക്കുട്ടിയെ ആരാധിച്ചപ്പോൾ 40 രാവും 40 പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ച് മോശ ആ പാപത്തിന് പരിഹാരം നൽകിയതിന് ശേഷമാണ് രണ്ടാമത് കൽപ്പന മേടിക്കാൻ വേണ്ടി പോയത്. അതുപോലെ 40 ദിവസത്തെ ഈശോയുടെ ഉപവാസം എല്ലാം സൂചിപ്പിക്കും തന്നെ പാപത്തിന് പരിഹാരം കൊടുക്കുന്ന നാളുകൾക്കാണ് 40 വർഷം എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ഈ 40 വർഷത്തെ യാത്രയിൽ ഉടനീളം നമ്മൾ ഈ പുസ്തകങ്ങളെ മുഴുവനും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ പുറപ്പാടിൻ്റെ പുസ്തകം ഒരു പുറപ്പാടിൻ്റെ പുസ്തകം മാത്രമല്ല, മറിച്ച് അത് മറ്റു പുസ്തകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആ പുസ്തകത്തിൻ്റെ ആരംഭം ഇങ്ങനെയാണ്: ദീസ് ആർ ദ നെയിംസ് ഓഫ് ദ സൺസ് ഓഫ് ഇസ്രായേൽ, അല്ലെങ്കിൽ ഇതാണ് ഇസ്രായേലിൻ്റെ, ഈജിപ്തിലേക്ക് വന്ന ഇസ്രായേൽക്കാരുടെ പേരുകൾ ഇവയൊക്കെയാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്നു. അതിനുശേഷം ലേവ്യരുടെ പുസ്തകം വരുമ്പോൾ ദൈവം മോശയെ സാക്ഷ്യകൂടാരത്തിൽ നിന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ വൈക്ര അദോനായി എൽ മോശെ ബെയോഹേൽ മൊയേദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹെബ്രായ ഭാഷയിൽ തുടങ്ങുന്നത്. ദൈവം സാക്ഷ്യകൂടാരത്തിൽ വെച്ച് മോശയെ വിളിക്കുന്നു. മൂന്നാമത്തെ പുസ്തകം, സംഖ്യയുടെ പുസ്തകം പറയുന്നത് മോശ ഇസ്രായേൽക്കാരോട് സംസാരിക്കുന്നു. നിയമാവർത്തന പുസ്തകം പറയുന്നത് ഇതാണ് മോശ ഇസ്രായേൽക്കാരോട് സംസാരിച്ച വാക്കുകൾ ഇവയാണ്. ഇതൊക്കെ പറയുന്നതിലൂടെ ഓരോ പുസ്തകങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള കണക്ഷൻ കൊടുക്കുകയാണ്. ഒരു നല്ല കണക്ഷൻ അതാണ് ഇതിൻ്റെ സ്ട്രക്ചറൽ യൂണിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തെ എല്ലാറ്റിൻ്റെയും ഇൻട്രൊഡക്ഷനായിട്ട് കാണുന്നതിലൂടെ മറ്റു പുസ്തകങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ പുസ്തകത്തിൻ്റെ ബോഡിയിലേക്ക്, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ബോഡിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മൾ മനസ്സിലാക്കുക. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് മോശ വഴിയാണ്, അല്ലെങ്കിൽ ഈ പുറപ്പാടിൻ്റെ പുസ്തകം വഴിയാണ്. ആ ചരിത്രത്തെ കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ പുസ്തകത്തിൻ്റെ മറ്റു പുസ്തകങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ലെവൽ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉൽപ്പത്തി പുസ്തകം 46:8 മുതൽ 50 വരെയുള്ള അധ്യായങ്ങൾ, അല്ലെങ്കിൽ 1-ാം അധ്യായം പുറപ്പാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 7 വരെയുള്ള വാക്യങ്ങളിൽ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇസ്രായേൽ ഈജിപ്തിൽ വരുന്നു. ഈജിപ്തിൽ ഗോഷൻ എന്ന് പറയുന്ന ദേശത്ത് താമസമുറപ്പിക്കുന്നു. അവരവിടെ ഭംഗിയായിട്ട് ഏക മനസ്സോടുകൂടി ഒരുമിച്ച് ജീവിക്കുന്നു. നാളുകൾ കടന്നു പോകുന്നു. ഓരോ നാളുകൾ ചെല്ലുന്തോറും വ്യത്യസ്തങ്ങളായിട്ടുള്ള തലമുറകൾ കടന്നു വരുന്നു. അപ്പോൾ ഏകദൈവത്തെ അറിയാത്ത, അല്ലെങ്കിൽ ആദ്യ കാലഘട്ടങ്ങളിൽ യാക്കോബിനും തൻ്റെ മക്കൾക്കും ഒരു ദൈവമുണ്ടായിരുന്നു. ആ ദൈവത്തെ മനസ്സിലാക്കാത്ത പുതിയൊരു തലമുറ കടന്നു വരുന്നു. ബഹുദൈവ വിശ്വാസം ഈജിപ്തിൽ വളരുന്നു. ഒപ്പം ഇസ്രായേലിൻ്റെ ജീവിതത്തിലും ബഹുദൈവ വിശ്വാസം കടന്നു വരുന്നു. ഏകദൈവത്തെ ആരാധിക്കാതെ ബഹുദൈവങ്ങളെ അവർ ആരാധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു. ഇഷ്ടംപോലെ ദേവന്മാരും ദേവതകളും ഈജിപ്ത് ദേശത്തേക്ക് കടന്നു വരുന്നു. അങ്ങനെ പാപത്തിന് അടിമകളാക്കിയ ഇസ്രായേൽ ജനതയെ രക്ഷിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് രംഗപ്രവേശം ചെയ്യുന്നു. ഇതാണ് പുറപ്പാടിൻ്റെ പുസ്തകം വരെയുള്ള ചരിത്രമെന്ന് പറയുന്നത്. അപ്പോൾ 430 വർഷത്തെ ഒരു ചരിത്രമാണ് പുറപ്പാട് പുസ്തകത്തിനും ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 46-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിന് ഇടയ്ക്ക് കൊടുത്തിരിക്കുന്ന ചരിത്രം. ഈ അവസരത്തിലാണ് 1-ാം അധ്യായം 8-ാമത്തെ വാക്യം പുറപ്പാട് 1:8 നമ്മൾ വായിക്കേണ്ടത്. അതിപ്രകാരമാണ്: പുതിയ ഒരു രാജാവ് ഈജിപ്തിൽ ഭരണത്തിൽ വന്നു. ജോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവായിരുന്നു അത്. ജോസഫിനെ അറിയാത്ത പുതിയ രാജാവ്. ഏകദേശം വർഷങ്ങൾ കടന്നുപോയി. 430 വർഷത്തോളം കടന്നുപോയി, അല്ലെങ്കിൽ 400 വർഷത്തോളം കടന്നുപോയി. ആ 400 വർഷം കടന്നുപോയപ്പോൾ അതുവരെ അറിയാവുന്നതൊക്കെ ജോസഫിനെ ആയിരുന്നു എന്ന് നമ്മൾ വിചാരിക്കാൻ പറ്റത്തില്ല. മറിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത്, അവിടെ ദൈവമായ കർത്താവ് ഇസ്രായേലിനെ അവരുടെ പാപങ്ങളിൽ ശിക്ഷിക്കാൻ ആരംഭിക്കുകയാണ്, പെർസിക്യൂഷൻ ആരംഭിക്കുകയാണ്. ഈജിപ്തിൽ അടിമത്തത്തിൻ്റെ ആരംഭദശകൾ കടന്നു വരികയാണ്. ഹിസ്റ്റോറിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റാംസസ് സെക്കൻഡിൻ്റെ കാലഘട്ടത്തിൽ ഒരടിമത്തം കടന്നു വരുന്നു. ഇസ്രായേലിൻ്റെ ജീവിതത്തിലേക്ക് ഒരടിമത്തം കടന്നു വരുന്നു. ഇസ്രായേൽ വിദേശികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ റാംസസ് പിത്തോം എന്ന് പറയുന്ന വലിയ മഹാനഗരങ്ങൾ പണിയാൻ വേണ്ടിയിട്ട് അവരെ പറഞ്ഞു വിടുന്നു. അവർക്കാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് കൊടുക്കാതെ, അവർക്കാവശ്യമായിട്ടുള്ള സഹായങ്ങൾ കൊടുക്കാതെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചരിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്രകാരം ഇസ്രായേലിന് കടുത്ത ക്ഷാമം ഉണ്ടാകുന്നു. കടുത്ത പെർസിക്യൂഷൻസ്, അല്ലെങ്കിൽ പീഡനങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഈജിപ്തിനെ കുറിച്ചുള്ള സംഗതികൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇനി കടന്നു വരുന്ന ഭാഗം, ഈ അറിയാൻ മേലാത്ത, ജോസഫിനെ അറിയാൻ മേലാത്ത ഒരു രാജാവ് കടന്നു വന്നപ്പോൾ ഇനിയുള്ള അടുത്ത എന്താണ്? അവർ പെർസിക്യൂഷനായി. അതാണ് 1-ാമത്തെ അധ്യായത്തിലും 5-ാമത്തെ അധ്യായത്തിലും പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത്. 1-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്ന ഇപ്രകാരമാണ്: ഇസ്രായേൽ ജനതയ്ക്ക്, ഇസ്രായേൽക്കാരായിട്ടുള്ള ആർക്കെങ്കിലും ഒരു ആൺകുഞ്ഞ് ജനിച്ചാൽ ആ ആൺകുഞ്ഞിനെ കൊന്നുകളയണമെന്നുള്ള കൽപ്പന പുറപ്പെടുവിക്കുന്നു. അതായത് ഇസ്രായേലിലെ ഒരു സ്ത്രീയുടെയും ഉദരം തുറക്കാൻ പാടില്ല. ഒരാൺകുഞ്ഞിന് ജന്മം നൽകി വീണ്ടും ഇസ്രായേൽ എന്ന് പറയുന്ന സമൂഹത്തെ വളർത്താൻ പാടില്ല. അത്രമാത്രം അവർ വളർന്നിരിക്കുന്നു. ഈ ഒരു സങ്കല്പമാണ് അവിടെ അന്നത്തെ ആദ്യത്തെ ഒരു പെർസിക്യൂഷനായിട്ട് നിൽക്കുന്നത്. അവിടെ നിന്നാണ് മോശയെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുത്തുന്നത്. മോശ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിലുള്ള മോശ എന്ന് പറയുന്ന വ്യക്തി കടന്നു വരുന്നു. അങ്ങനെ മോശയെ രക്ഷിക്കുന്നു. അത് ദൈവത്തിൻ്റെ പരിപാലനയായിട്ട് നമ്മൾ കാണുന്നു. 2-ാമത്തെ ഒരു പെർസിക്യൂഷൻ, പീഡനമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന. ഇവർ റാംസസ് പിത്തോം എന്ന് പറയുന്ന ദേശങ്ങൾ പണിയുമ്പോൾ ഇവർക്ക് ഉണ്ടാകുന്ന സഹനങ്ങൾ, ബുദ്ധിമുട്ടുകൾ,
എന്തൊക്കെയാണ് ഇവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ? പ്രത്യേകിച്ച് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് കിട്ടുന്നില്ല. ഇവർ തന്നെ ഇഷ്ടികകളൊക്കെ ചുട്ടെടുത്ത് കൊണ്ടുവരണം. നേരത്തെ അങ്ങനെയൊന്നുമല്ലായിരുന്നു, ഇഷ്ടികളൊക്കെ കൊടുക്കുമായിരുന്നു. ആവശ്യത്തിനുള്ള സിമൻറ്റും അതുപോലെ തന്നെ കല്ലും മണ്ണും ഒക്കെ കൊടുത്ത് ഈ പട്ടണം പണിയാൻ വേണ്ടിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഇസ്രായേൽക്കാർ ഇതെല്ലാം തന്നെ കണ്ടുപിടിക്കണം. ഇങ്ങനെ ഉള്ള ശിക്ഷാ നടപടികളൊക്കെ ആരംഭിക്കുന്നു. ഇത് ഒരു ചരിത്രവശമാണെങ്കിൽ ഇതിൻ്റെ എന്താണ് ദൈവശാസ്ത്രവശം? യഥാർത്ഥത്തിൽ ദൈവശാസ്ത്രം മുഴുവൻ നിലനിൽക്കുന്നത് ഇസ്രായേൽ പാപം ചെയ്തു എന്നുള്ള ആ വലിയ ബേസിക് ആയിട്ടുള്ള പാപത്തിൽ നിന്നാണ്. ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങളെ അവരാരാധിക്കാൻ തുടങ്ങി. ആ ദൈവാരാധനയിലൂടെ കർത്താവിൻ്റെ മഹത്വത്തെ അവർ ധിക്കരിക്കുന്നു. അതിന് കർത്താവ് അവരെ ശിക്ഷണം കൊടുക്കുന്നു. ആ ശിക്ഷണമാണ് യഥാർത്ഥത്തിൽ ഈ പെർസിക്യൂഷൻ, പീഡനങ്ങൾ എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ആവർത്തിച്ചു പറയുന്ന ഒരു വചനഭാഗമാണ്, ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ മുമ്പിൽ പാപം ചെയ്തു, ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങൾക്ക് വിധേയമായിട്ട് ജീവിച്ചു. അതിനാൽ ദൈവത്തിൻ്റെ ക്രോധം അവരുടെ മേൽ ആളിക്കത്തി. ദൈവമായ കർത്താവ് അവരെ ഒരു രാജാവിന് വിറ്റു, അല്ലെങ്കിൽ കുഷാൻ റിഷത്തായി എന്ന് പറയുന്ന മെസൊപ്പൊട്ടോമിയൻ രാജാവിന് വിറ്റു. ആ രാജാവിനെ അവർ സേവിച്ചു. ഇത്രയും വർഷത്തോളം അവർ അവിടെ കിടന്നു. അവസാനം അവർ നിലവിളിച്ചു പ്രാർത്ഥിച്ചു, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് ഉയർത്തി, ഒരു രക്ഷകനെ കർത്താവ് ഉയർത്തി. അയാളുടെ പേരാണ് ഒഥനിയൻ എന്നങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന ഭാഗം നമുക്ക് സുപരിചിതമാണ്. അവിടെ എല്ലാം പറയുന്നത് ഒരു ദൈവശാസ്ത്രമാണ്. ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പീഡനങ്ങൾക്ക് വിധേയമായത്? ഇസ്രായേൽ പീഡനങ്ങൾക്ക് വിധേയമായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇസ്രായേൽ പാപം ചെയ്തു. എന്തായിരുന്നു പാപം? ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങളുടെ പിന്നാലെ പോയതാണ് പാപം. ആ പാപത്തിന് ദൈവം കൊടുക്കുന്ന ശിക്ഷ അല്ലെങ്കിൽ ശിക്ഷണമാണ് യഥാർത്ഥത്തിൽ പെർസിക്യൂഷൻ. ആ പെർസിക്യൂഷനെ കുറിച്ചാണ് പുറപ്പാടിൻ്റെ പുസ്തകം 1 മുതൽ 5 അധ്യായങ്ങൾ പറയുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഈ മോശ എന്ന് പറയുന്ന വ്യക്തിയെ കർത്താവ് ഉയർത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ബാല്യകാലങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി അടുത്ത എപ്പിസോഡിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മൾ ഇതിൻ്റെ പശ്ചാത്തലം, ഈജിപ്തിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കി. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഈജിപ്തിൻ്റെ സംസ്കാരം മനസ്സിലാക്കി, ആ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് നമ്മൾ മെല്ലെ മുമ്പിലേക്ക് പോവുകയാണ്. അവരെ എങ്ങനെയാണ് ദൈവമായ കർത്താവ് ഇസ്രായേലിനെ രക്ഷിച്ചതെന്നും ദൈവമായ കർത്താവ് ഇസ്രായേലിനോട് എങ്ങനെയാണ് കരുണ കാണിച്ചതെന്നും എങ്ങനെയാണ് വാഗ്ദാന ദേശത്തേക്ക് കൊണ്ടുപോയതെന്നും ഈ ദൈവത്തെ അറിയാത്ത ആളുകൾക്ക് എങ്ങനെ ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കി കൊടുത്തെന്നുമുള്ള സന്ദേശങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ സന്ദേശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പുറപ്പാട് പുസ്തകത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ കൂടുതൽ ദൈവ കരുണ ഉണ്ടാകാനും ദൈവോന്മുഖമായിട്ട് ജീവിക്കാനുമുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ജീവൻ നൽകും വചനം, ജ്ഞാനം നൽകും വചനം.